ചെയ്യേണ്ടത് എന്താണ് ശരിക്കും ഇവിടെ വേണ്ടത് നമ്മുടെ ബാക്കിൽ തന്നെ ഒരു നിലമ്പൂർ ഇവിടെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് ഉണ്ട്. അല്ല സ്റ്റാൻഡ് ഒരു 10 വർഷമായില്ലേ ആ കടത്ത് കടന്നിട്ട് ഇവിടെ ഒരു മാറ്റമൊന്നുമില്ല. പിന്നെ വരുന്ന ആരാണോ ആദ്യം വേണ്ടത് നമുക്ക് അത് ക്ലിയർ ആക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചോളം ചന്തക്കുന്ന് ഞങ്ങൾക്കൊരു വികാരമാണ്. ഇതാരും ശരിയായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് പിന്നീട് പോൽക്കുണ്ടാവും. അത് നമ്മുടെ ചന്തക്കുന്നാര നിലയ്ക്ക് നമുക്ക് വരാല്ല ആ വിഷയം. റോഡ് കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് റോഡ് കാര്യങ്ങളൊക്കെ ഏകദേശം ഈ മയിലാടിയിൽ നിന്ന് അങ്ങോട്ടൊക്കെ നല്ല വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേ സ്ഥാനത്ത് ഈ ചന്തക്കുന്ന് ഇവിടെ നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയും. ഒരു 6 മണിക്ക് ശേഷം ഒരു 8 മണി വരെ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൗഡാണ്, ഭയങ്കര ബ്ലോക്കാണ്. ഈ വികസനമായത് വീതി ഒക്കെ കൂടിയിട്ടുണ്ട് ഇവിടെ. ഈ മയിലാടി മുതൽ അകമ്പാട് വരെ വീതിയാണ്. അതേപോലെ താഴെക്കുന്ന് മുതൽ നമ്മളെ റെയിൽവേ ആ റോഡൊക്കെ വീതിയാണ്. ആൾക്കാർക്ക് എന്താ വേണ്ടത്? എപ്പോഴും പോകുന്ന റോഡ് എന്ന് പറഞ്ഞ ഈ റോഡാണ്. ഇവിടെ നമുക്ക് എന്ത് വേണം? വീതി കാര്യങ്ങൾ വേണ്ടത്. ആ വീതി ഇവിടേക്ക് വന്നിട്ടില്ല. അപ്പോൾ അവിടെ കൂടി നമുക്ക് എന്ത് ചെയ്യണം? വീതി കാര്യം വരുമ്പോഴുള്ളൂ ഈ ഗ്രൗണ്ടും കാര്യങ്ങളും മാറാൻ കഴിയും. അതിനു വേണ്ടിയത് തീർച്ചയായും ഇനി വരുന്ന ആരാണോ പിന്നെ ജയിച്ചു വരുന്നത് അവർ ഈ ഒരു കാര്യങ്ങൾക്ക് എന്ത് ചെയ്യണം? മുൻതൂക്കം കൊടുക്കണം. ഷോക്കറാക്ക് ഒന്നും കൂടി ഇതാവുന്നത് പറയുന്നത്. അതേപോലെ മത്സരം ഇവിടെ ടൈറ്റാണ്, അത് പറയാൻ പറ്റില്ല. കാരണം 50 മാത്രം വോട്ട് പിടിക്കും, അത് നടക്കില്ല. ഇവിടെ ഒരു ചെറിയ ലീഡിൽ എന്തായാലും പൗഡർ ചെയ്യും. എന്ത് തോന്നുന്നു? ആര് വിജയിക്കുന്നതാണ് തോന്നുന്നത്? ഇലക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടൈറ്റ് മത്സരമാണ്. വയനാടിനാണ് കുറച്ചും കൂടി ചാൻസ് ഉള്ളത്. ഒരു 5000 വോട്ട് ലീഡ് എന്തെങ്കിലും ഉണ്ടാവും. അതേപോലെ തന്നെ PV 50 വോട്ട് പിടിക്കുകയും ചെയ്യും. ഇതിൽ ആര് ജയിച്ചാലും അപ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞത് നമ്മൾ നിലമ്പൂരിന് വേണ്ടി ചെയ്യേണ്ടതെന്നാണ് നിങ്ങളുടെ ഒരു നിലമ്പൂരിന് വേണ്ടിയിട്ട് ഒന്നുകൂടി ഉപകാരം നമ്മൾ സുഹൃത്താക്ക എന്ന് ഇതിനു മുമ്പ് ചെയർമാനായിരുന്നു. ആ സമയത്ത് ഒരുപാട് സംഭവം ചെയ്തിട്ടുണ്ട്. ഇവിടെ